രാവിലത്തെ ഇളം വെയിലിനെ പതിവിലും കൂടുതൽ തിളക്കമുണ്ടായിരുന്നു അന്ന്. മുറ്റത്തെ മാവിൻ കൊമ്പിലിരുന്ന് ചിലക്കുന്ന കിളികളുടെ ശബ്ദത്തിനും ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു. മീനാക്ഷിയുടെ സ്കൂളിലെ വാർഷികാഘോഷവും രക്ഷകർത്താ ദിനവുമാണ്. അവളുടെ 12ാം ക്ലാസ്സിലെ അവസാനത്തെ സ്കൂൾ ദിനങ്ങളിലൊന്ന്. വീടിന്റെ അകത്തളത്തിൽ അടുക്കളയോട് ചേർന്നുള്ള ഇടുങ്ങിയ മുറിയിൽ ഒരു പഴയ ഇസ്തിരിപ്പെട്ടി ചൂടാകുന്നതിന്റെ നേരിയ ശബ്ദം കേൾക്കാമായിരുന്നു. രാജൻ തന്റെ മകളുടെ വെളുത്ത യൂണിഫോം ഷർട്ടിലെ ചുളിവുകൾ ഓരോന്നായി ശ്രദ്ധയോടെ ഇല്ലാതാക്കിയായിരുന്നു. ആ ഷർട്ടിൽ വെള്ളം കുടയുമ്പോൾ തീപ്പൊള്ളലേറ്റ് ചുരുണ്ടുപോയ അയാളുടെ വലത് കൈപ്പറ്റി വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. വിരലുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചതുപോലെയുള്ള ആ കൈകൾ കൊണ്ട് വളരെ പണിപ്പെട്ടാണ് അയാൾ ഇസ്തിരിപ്പെട്ടി പിടിച്ചിരുന്നത്. മുഖത്തിന്റെ ഇടതുവശം മുതൽ കഴുത്തുവരെ വ്യാപിച്ചു കിടക്കുന്ന തൊലി ഉരുകിയൊലിച്ചു പോയതിന്റെ ഭീകരമായിട്ടുള്ള പാടുകളിലൂടെ വിയർപ്പ് തുള്ളികൾ ഊർന്നു വീണു. എന്നിട്ടും തന്റെ പൊന്നോമനയുടെ വസ്ത്രത്തിൽ ഒരു ചെറിയ ചുളിവ് പോലും ഉണ്ടാകരുതെന്ന നിർബന്ധത്തോടെ അയാൾ ആ പണി തുടർന്നു. ഒരു പുതിയ ഷർട്ട് വാങ്ങി. അത് തേച്ചു മിനുക്കി ഇടാൻ അയാൾക്ക് മോഹമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവളുടെ സ്കൂളിൽ പോകുന്നതിന്റെ സന്തോഷം അയാളുടെ ആ വിരൂപമായ മുഖത്തും ഒരു നേരിയ പുഞ്ചിരിയായിട്ട് വിരിഞ്ഞു നിന്നു. സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി മീനാക്ഷി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് സന്തോഷത്തേക്കാൾ ഉപരി വല്ലാത്തൊരു അസ്വസ്ഥത തളം കെട്ടി നിന്നു. പുറത്ത് മുറ്റമടിക്കുന്ന അയൽപ്പക്കത്തെ കമലാക്ഷമ്മയുടെ നോട്ടം പോലും അവളിൽ ദേഷ്യമുണ്ടാക്കി. എല്ലാവരും രാജനെ നോക്കുന്നത് ഒരുതരം അറപ്പോടെയോ സഹതാപത്തോടെയാണ്. നാട്ടിലെ കവലയിലൂടെ അച്ഛനോടൊപ്പം നടക്കുമ്പോൾ ആളുകൾ മുഖം തിരിക്കുന്നതും കുട്ടികൾ പേടിച്ച് അമ്മമാരുടെ സാരിത്തുമ്പിൽ ഒളിക്കുന്നതും മീനാക്ഷി എത്രയോ തവണ കണ്ടിരിക്കുന്നു. അവൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ ഇങ്ങനെയാണ്. കൂട്ടുകാർക്കിടയിൽ എപ്പോഴും ഒരു അപകർഷബോധം അവൾക്ക് തോന്നിയിരുന്നു. കുട്ടിക്കാലത്ത് കളിയാക്കലുകൾ കേൾക്കുമ്പോൾ അവൾ തലതാഴ്ത്തി നിൽക്കുമായിരുന്നു. വളരും തോറും അച്ഛനൊപ്പം പുറത്തു പോകുന്നത് അവൾ പരമാവധി ഒഴിവാക്കി തുടങ്ങി. തന്നേക്കാൾ 10 അടി പിന്നിലായി നടക്കാൻ അവൾ അച്ഛനോട് നിർദ്ദേശിച്ചു. രാജൻ അതൊന്നും ഒരു പരാതിയായിട്ട് പറഞ്ഞില്ല. മകളുടെ സന്തോഷമായിരുന്നു അവന് വലുത്. എന്നാൽ ഇന്നത്തെ ദിവസം അങ്ങനെയല്ലല്ലോ. സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിനിക്കുള്ള പുരസ്കാരം അവൾക്കാണ് കിട്ടുന്നത്. എല്ലാവരുടെയും അച്ഛനമ്മമാർ വരും. സുമുഖരായിട്ടുള്ള നല്ല വസ്ത്രം ധരിച്ച അച്ഛന്മാർക്കിടയിൽ കഴുത്തുവരെ പുള്ളിയടർന്ന തൊലിയും മെലിഞ്ഞുണങ്ങിയ ശരീരവുമുള്ള തന്റെ അച്ഛൻ വരുന്നത് അവൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. അവളുടെ ഉള്ളിലെ സ്വാർത്ഥതയും നാണക്കേടും ഒരു തിരമാല പോലെ ഉയർന്നു വന്നു. ഇസ്തിരിയിട്ട വസ്ത്രം ഒരു ഹാങ്ങറിലിട്ട് രാജൻ അവളുടെ മുറിയിലേക്ക് വന്നു. അലമാരയിൽ നിന്നെടുത്ത വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഒരു ഇളം നീല ഷർട്ട് അയാൾ ധരിച്ചിരുന്നു. മുഖത്തെ പാടുകൾ പരമാവധി മറക്കാൻ അയാൾ ഷർട്ടിന്റെ കോളർ അല്പം ഉയർത്തിവെച്ചു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്റെ രൂപം ഒന്നുകൂടി നോക്കി അയാൾ അവളെ നോക്കി പതുക്കെ ചിരിച്ചു. എന്നാൽ ആ ചിരിക്ക് പകരം മീനാക്ഷിയുടെ കണ്ണുകളിൽ നിസ്സഹായതയും ദേഷ്യവുമായിരുന്നു. അവൾ ബാഗിലെ പുസ്തകങ്ങൾ വെറുതെ എടുത്തു മാറ്റിക്കൊണ്ട് അക്ഷമയോടെ നിന്നു. അച്ഛൻ വരണമെന്നില്ല എന്ന് പറയാൻ അവളുടെ നാം ഉയർന്നെങ്കിലും എന്തോ ഒന്ന് അവളെ തടഞ്ഞു. തൊണ്ടയിലെ ഞരമ്പുകൾക്ക് പൊള്ളലേറ്റതിനാൽ രാജന്റെ ശബ്ദത്തിന് വല്ലാത്തൊരു പരുപരപ്പുണ്ടായിരുന്നു. വണ്ടി വരാറായോ എന്ന് അയാൾ വളരെ പതുക്കെ ചോദിച്ചു. മീനാക്ഷി പൊടുന്നനെ തിരിഞ്ഞു നിന്നു. അവളുടെ ശ്വാസഗതി വേഗത്തിലായി. കവിളുകൾ ചുവന്നു. അച്ഛൻ വരേണ്ടതില്ലെന്നും തന്റെ കൂട്ടുകാർ അച്ഛനെ കണ്ടാൽ തന്നെ കളിയാക്കുമെന്നും അവൾ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. അച്ഛന്റെ മുഖം കാണുന്നത് തനിക്ക് നാണക്കേടാണെന്ന് ഒറ്റ ശ്വാസത്തിൽ അത് പറഞ്ഞു തീർത്തതും അവൾ വാതിൽക്കലേക്ക് ഓടി. ആ ചെറിയ മുറിയിൽ പെട്ടെന്നൊരു വലിയ നിശബ്ദത പടർന്നു. രാജൻ നിന്ന നിൽപ്പിൽ ഉറച്ചുപോയി. അയാളുടെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഒരു വാക്കുപോലും അയാൾക്ക് തിരികെ പറയാൻ കഴിഞ്ഞില്ല. വലിയൊരു ഇരുമ്പുതണ്ട് കൊണ്ട് ആരോ നെഞ്ചിലടിച്ചതുപോലെ അയാൾക്ക് തോന്നി. വളരെ പതുക്കെ ആ വിറക്കുന്ന വിരൂപമായിട്ടുള്ള വിരലുകൾ തന്റെ നീല ഷർട്ടിന്റെ ബട്ടണുകളിലേക്ക് നീണ്ടു. ഓരോ ബട്ടണും അയാൾ അഴിച്ചു മാറ്റി. വളരെ ശ്രദ്ധയോടെ ആ ഷർട്ട് മടക്കി അയാൾ പഴയതുപോലെ അലമാരയുടെ മൂലയിൽ വെച്ചു. പഴയ ഒരു കള്ളിത്തുണി എടുത്ത് അയാൾ വീടിന്റെ ഇരുണ്ട മൂലയിലൂടെ ഒരു പഴയ ചാരുപടിയിലേക്ക് ഇരുന്നു. പുറത്ത് മീനാക്ഷിയുടെ സ്കൂൾ ബസ് വന്ന് ഹോണടിക്കുന്നു. അവൾ ഓടിക്കയറി പോകുന്നതിന്റെ ശബ്ദവും അയാൾ കേട്ടു. അയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്നില്ല. ഒരുപക്ഷെ കരയാനുള്ള കണ്ണുനീർ ഗ്രന്ഥികൾ പോലും ആ തീയിൽ ഉരുകിപ്പോയിട്ടുണ്ടാകും. അയാൾ ആ ശൂന്യതയിലേക്ക് നോക്കി അങ്ങനെയിരുന്നു. ആ പഴയ വീടിന്റെ ഓടുകൾക്കിടയിലൂടെ വന്ന ഒരു നേർത്ത സൂര്യകിരണം അയാളുടെ പൊള്ളലേറ്റ നെഞ്ചിലെ പാടുകളിൽ പതിച്ചു. സ്കൂളങ്കണം ഉത്സവപ്പറമ്പ് പോലെയായിരുന്നു. എന്നും നിറപ്പകിട്ടാർന്ന വസ്ത്രങ്ങൾ ധരിച്ച കുട്ടികളും സന്തോഷത്തോടെ ചിരിക്കുന്ന മാതാപിതാക്കളും. വലിയ പന്തലിൽ കസേരകളെല്ലാം നിറഞ്ഞിരുന്നു. മീനാക്ഷി തന്റെ കൂട്ടുകാർക്കൊപ്പം മുൻനിരയിൽ തന്നെ ഇരുന്നു. കൂട്ടുകാരികളുടെ അച്ഛനമ്മമാർ അവരുടെ നേട്ടങ്ങൾ അഭിമാനിക്കുന്നതും അവരെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുക്കുന്നതും കാണുമ്പോൾ അവളുടെ ഉള്ളിൽ എവിടെയോ ഒരു വിങ്ങല് തോന്നി.
താൻ പറഞ്ഞത് അല്പം കടുത്തതായി പോയോ എന്നൊരു തോന്നൽ അവളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരുന്നു. എങ്കിലും ആരും തന്നെ കളിയാക്കില്ലല്ലോ എന്ന ആശ്വാസവും അവൾക്കുണ്ടായിരുന്നു. പരിപാടികൾ തുടങ്ങി. കളക്ടറാണ് മുഖ്യാതിഥി. മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. മീനാക്ഷിയുടെ ഊഴം വന്നപ്പോൾ അവൾ വേദിയിലേക്ക് കയറി. എല്ലാവരും കൈയടിച്ചു. കളക്ടറുടെ കയ്യിൽ നിന്ന് പുരസ്കാരം വാങ്ങി അവൾ സദസ്സിലേക്ക് നീങ്ങി. അവിടെ തന്റെ അച്ഛനില്ല എന്ന സത്യം പെട്ടെന്ന് അവളെ വല്ലാതെ ശൂന്യയാക്കി. അവളുടെ കണ്ണുകൾ അറിയാതെ ആൾക്കൂട്ടത്തിൽ അയാളെ തിരയുന്നുണ്ടായിരുന്നു. ആ പരുക്കൻ ശബ്ദത്തിലുള്ള ആ സന്തോഷ പ്രകടനം കേൾക്കാൻ അവൾ ആ സമയം ആഗ്രഹിച്ചുപോയി. പുരസ്കാരം വാങ്ങി അവൾ താഴെ വന്നിരുന്നു. ഔദ്യോഗിക പരിപാടികൾ അവസാനിക്കുന്നതിന് മുമ്പ് കളക്ടർ വീണ്ടും മൈക്കിന് മുന്നിലേക്ക് വന്നു. സദസ്സിലെ സംസാരങ്ങൾ നിലച്ചു. ഇന്ന് അവിടെ ആദരിക്കപ്പെട്ട കുട്ടികളെക്കാൾ വലിയൊരു മറ്റൊരു വ്യക്തിയെ, ഒരു യഥാർത്ഥ നായകനെ ആദരിക്കാനാണ് താൻ അവിടെ നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ നാട്ടുകാർ മറന്നുപോയ, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സാധാരണക്കാരൻ. ആ വാക്കുകൾ സദസ്സിൽ ആകാംക്ഷയുണർത്തി. വേദിക്ക് പിന്നിലെ വലിയ പ്രൊജക്ടർ സ്ക്രീൻ തെളിഞ്ഞു. 14 വർഷം പഴക്കമുള്ള മങ്ങിത്തുടങ്ങിയ ഒരു പത്രവാർത്തയുടെ കട്ടിങ് അതിൽ തെളിഞ്ഞു വന്നു. സ്കൂൾ വാനിന് തീപിടിച്ചതും സ്വന്തം ജീവൻ പണയം വെച്ച് കുട്ടികളെ രക്ഷിച്ച് ഒരു യുവാവ് എന്നതുമായിരുന്നു ആ വാർത്ത. മീനാക്ഷിയുടെ നെഞ്ചിടിപ്പ് വേഗത്തിലായി. ആ വാർത്ത അവളുടെ ഗ്രാമത്തിൽ നടന്നതായിരുന്നു എന്ന് അവൾക്കറിയാമായിരുന്നു. സ്ക്രീനിൽ ഒരു പഴയ വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങി. ഏതോ ഒരു പ്രാദേശിക ചാനലുകാർ എടുത്ത വീഡിയോ ആയിരുന്നത്. പാലത്തിന് നടുവിൽ കത്തിയെരിയുന്ന ഒരു പഴയ വാൻ. ചുറ്റും കൂടി നിൽക്കുന്ന ഭയന്ന് കരയുന്ന ആളുകൾ. ആരും അടുത്തേക്ക് പോകാൻ ധൈര്യപ്പെടുന്നില്ല. പെട്ടെന്നാണ് ആ കൂട്ടത്തിൽ നിന്ന് മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ തീയിലേക്ക് എടുത്തു ചാടിയത്. ചൂട് കാരണം ക്യാമറ ദൃശ്യങ്ങൾ വിറക്കുന്നുണ്ടായിരുന്നു. അയാൾ തീക്കടിയിലൂടെ ഗ്ലാസുകൾ പൊട്ടിച്ച് ഓരോ കുഞ്ഞായി പുറത്തേക്ക് വലിച്ചിടുന്നത് കാണാമായിരുന്നു. ആളുകൾ ആ കുട്ടികളെ ഓടിച്ചെന്ന് വാങ്ങി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. 3 കുട്ടികളെ അയാൾ പുറത്തെടുത്തു. അപ്പോഴേക്കും വാനിന്റെ ഉൾഭാഗം മുഴുവൻ തീ പടർന്നിരുന്നു. പെട്ടെന്നൊരു സ്ത്രീ തന്റെ കുഞ്ഞ് അതിനകത്തുണ്ടെന്ന് പറഞ്ഞ് നിലവിളിച്ചു. ആ ചെറുപ്പക്കാരൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ വീണ്ടും ആ തീക്കുണ്ടത്തിലേക്ക് കുതിച്ചു. സെക്കൻഡുകൾ മിനിറ്റുകളായി തോന്നി. ആരും പുറത്തു വന്നില്ല. പെട്ടെന്ന് തീയുടെ നാവുകൾക്കിടയിൽ നിന്ന് അയാൾ പുറത്തേക്ക് വീണു. അയാളുടെ വസ്ത്രങ്ങൾ പൂർണ്ണമായിട്ടും കത്തിത്തീർന്നിരുന്നു. തൊലി ഉരുകി ഒലിക്കുന്നുണ്ടായിരുന്നു. മുഖം പാതി വെന്തുപോയിരുന്നു. എന്നിട്ടും അയാളുടെ നെഞ്ചോട് ചേർത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു. ബോധം മറയുന്നതിന് മുമ്പ് അയാൾ ആ കുഞ്ഞിനെ മറ്റൊരാളുടെ കയ്യിലേക്ക് സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചു. ആ ദൃശ്യങ്ങൾ കണ്ട് സദസ്സിലുള്ള പലരുടെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. മീനാക്ഷിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവളുടെ കയ്യും കാലും മരവിച്ചു. വീഡിയോ അവസാനിച്ചപ്പോൾ സ്ക്രീനിൽ ആ ചെറുപ്പക്കാരന്റെ അന്നത്തെ ഒരു പഴയ ഫോട്ടോ തെളിഞ്ഞു. ചിരിക്കുന്ന സുമുഖനായിട്ടുള്ള ഒരു യുവാവ്. മീനാക്ഷിയുടെ കണ്ണുകൾ വിടർന്നു. ആ ഫോട്ടോയിലുള്ളത് അവളുടെ അച്ഛനായിരുന്നു. അന്ന് ആ തീയിൽ സ്വന്തം സൗന്ദര്യവും ആരോഗ്യവും നഷ്ടപ്പെടുത്തിയ രാജൻ എന്ന ആ വലിയ മനുഷ്യൻ ഇന്ന് എവിടെയാണെന്ന് തനിക്കറിയില്ലെന്നും, എന്നാൽ ആ തീയിൽ നിന്ന് അയാൾ രക്ഷിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത ആ കൊച്ചുകുട്ടി ഇന്ന് ആ സദസ്സിലുണ്ടെന്നും കളക്ടർ പറഞ്ഞത് ദൂരെ നിന്നുപോലെ അവൾ കേട്ടു. താനന്ന് കൊച്ചുകുട്ടിയായിരുന്നുവെന്നും സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിനിയായി തനിക്ക് പുരസ്കാരം നൽകിയ മീനാക്ഷി തന്നെയാണ് ആ കുട്ടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീനാക്ഷിക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നത് പോലെ അവൾക്ക് തോന്നി. വർഷങ്ങളായിട്ട് താൻ നാണക്കേടായി കണ്ട, വെറുപ്പോടെ മാറ്റി നിർത്തിയ ആ വിരൂപമായിട്ടുള്ള മുഖം, ആ ഉരുകിയൊലിച്ച തുലിയും വിറക്കുന്ന വിരലുകളും, അത് തനിക്ക് വേണ്ടി, തന്റെ ജീവന് വേണ്ടി അയാൾ നൽകിയ വിലയായിരുന്നു എന്ന സത്യം അവളുടെ തലച്ചോറിനെ ഒരു ഇടിമിന്നൽ പോലെ വന്നടിച്ചു. അച്ഛന്റെ ശരീരത്തിലെ ഓരോ പാടും തനിക്ക് കിട്ടിയ ജീവന്റെ അടയാളമായിരുന്നു. ഇന്ന് രാവിലെ താൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. അവളുടെ നെഞ്ച് പൊട്ടിപ്പോകുമെന്ന് തോന്നി. കയ്യിലിരുന്ന പുരസ്കാരം താഴെ വീണത് അവൾ അറിഞ്ഞില്ല. കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾ പുറത്തേക്കോടി. അവളുടെ കൂട്ടുകാരികൾ വിളിക്കുന്നത് അവൾ കേട്ടില്ല. അധ്യാപകർ നോക്കി നിൽക്കെ അവൾ സ്കൂൾ ഗേറ്റ് കടന്ന് റോഡിലൂടെ ഓടി. കണ്ണീർ അവളുടെ കാഴ്ചയെ മറക്കുന്നുണ്ടായിരുന്നു. ചുട്ടുപൊള്ളുന്ന ടാർ റോഡിലൂടെ ചെരുപ്പില്ലാതെ അവൾ തന്റെ വീട് ലക്ഷ്യമാക്കി ഓടി. കിതച്ചുകൊണ്ട് വീടിന്റെ മുറ്റത്തേക്ക് കയറുമ്പോൾ അവൾ വീണുപോയി. മുട്ടുകുത്തി മണ്ണിൽ കിടന്ന് അവൾ വാവിട്ട് കരഞ്ഞു. വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അവൾ വെളിച്ചുലഞ്ഞ് അകത്തേക്ക് കയറി. ആ ഇരുണ്ട മുറിയിൽ പഴയ ചാരുപടിയിൽ അയാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. മടിയിൽ മീനാക്ഷിയുടെ പഴയൊരു കുപ്പായം വെച്ച് അയാൾ അതിൽ പതുക്കെ തഴുകുന്നുണ്ടായിരുന്നു. അവളുടെ കാൽപെരുമാറ്റം കേട്ട് അയാൾ ഞെട്ടി തലയുയർത്തി നോക്കി. കണ്ണീരോടെ മുടി പാറിപ്പറന്ന് നിൽക്കുന്ന മകളെ കണ്ട് അയാൾക്ക് പരിഭ്രമമായി. അയാൾ വേഗത്തിൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പരിഭ്രമത്തോടെ അയാൾ അവളെ നോക്കി. അയാളുടെ വാക്കുകൾ പൂർത്തിയാകുന്നതിന് മുൻപേ മീനാക്ഷി ഓടിച്ചെന്ന് അയാളുടെ നെഞ്ചിലേക്ക് വീണു. ആ പഴയ ചാരുപടിയിലേക്ക് ഇരുവരും ഒന്നിച്ചിരുന്നു. പരുക്കനായ ആ നെഞ്ചിൽ മുഖമമർത്തി
പൊള്ളിയടർന്ന ആ കൈകളിൽ മുറുകെ പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണുനീർ അയാളുടെ പഴയ ഷർട്ടിലൂടെ കനിഞ്ഞിറങ്ങി. ആ പഴയ മുറിവുകളിൽ ഒരു സ്വാന്തനമായിട്ട് പടർന്നു. രാജന്റെ വിറക്കുന്ന വലതുകൈ പതുക്കെ അവളുടെ മുടിയിഴകളിലൂടെ തലോടിക്കൊണ്ടിരുന്നു. യാതൊരു പരാതിയുമില്ലാതെ പഴയതുപോലെ അപ്പോഴും പുറത്ത് മാവിൻ കൊമ്പിൽ ഇരുന്ന കിളികൾ ഒച്ചയുണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ കാറ്റ് വീശടിച്ചപ്പോൾ വീടിന്റെ മേൽക്കൂരയിലെ പഴയ ഓടുകൾ ഒരുമിച്ച് ശബ്ദിച്ചു. ആ ചെറിയ മുറിയിൽ തന്റെ ജീവന്റെ പാതിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ അച്ഛൻ കണ്ണുകളടച്ച് നിശബ്ദനായിട്ട് അങ്ങനെയിരുന്നു. താൻ ഒളിപ്പിച്ചു വെച്ച സത്യം ലോകം അറിഞ്ഞുവെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നില്ല. എങ്കിലും തന്റെ മകളുടെ ഈ ആലിംഗനത്തിൽ തന്റെ രൂപത്തെക്കുറിച്ചുള്ള അവളുടെ നാണക്കേട് അലിഞ്ഞില്ലാതാകുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു. ആ പരുക്കൻ കൈകൾ അവളിലേക്ക് ഒന്നുകൂടി മുറുകി. പുറത്തെ വെളിച്ചം അവരെ രണ്ടുപേരെയും കൂടുതൽ പ്രകാശിപ്പിച്ചു.